ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നാം നമ്മുടെ ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഏറ്റവും വലിയ ഹെഡ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഹെഡ് അത് പഠിച്ചു തുടങ്ങുകയാണ്. തേർഡ് ഹെഡാണ് അത്. തേർഡ് ഹെഡിൻ്റെ പേര് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നാണ്. വളരെ ബ്രീഫായിട്ട് നമ്മൾ PGBP എന്ന് പറയും. ഏറ്റവും കൂടുതൽ സെക്ഷനും അതിന് തന്നെയാണ്. സെക്ഷൻ 28 മുതൽ 44 വരെയാണ് നേരിട്ട് അത് കവർ ചെയ്യുന്നത്. ഏതാണ്ട് 17 സെക്ഷൻ. ഓക്കെ, വ്യത്യസ്ത ക്ലാസ്സുകളിലായിട്ടാണ് നാം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം അത്രയും ലെങ്തി ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഹെഡിൽ നിന്നാണ് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് ലഭിക്കുന്നത്. ഈ ഹെഡാണ് നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായിരിക്കുന്ന ബിസിനസ്സുകാരും അതേപോലെ തന്നെ പ്രൊഫഷണൽസുമൊക്കെ ഇൻകം ടാക്സ് കൊടുക്കുവാൻ വേണ്ടി അവരുടെ ഇൻകം വരുന്നത് ഈ ഹെഡിലാണ്, PGBP എന്നുള്ളതിൽ. നമ്മുടെ വലിയ ഫിലിം സ്റ്റാർസും അതേപോലെ തന്നെ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങളിൽ സിറ്റിംഗ് ഫീസ് വാങ്ങുന്ന അഡ്വക്കേറ്റ്സും ഒക്കെ ഏത് മേഖലയിലാണ്? ഒന്നുകിൽ ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, പ്രൊഫഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്ററിൻ്റെ പ്രസക്തി അത് മാത്രമല്ല, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തുടർന്ന് പഠിക്കാനുള്ള പല ചാപ്റ്ററുകളും മനസ്സിലാവണമെങ്കിൽ PGBP നല്ല ബേസ് ഉണ്ടായിരിക്കണം. ഇനി എടുക്കാനുള്ള ചാപ്റ്ററുകളൊക്കെ മെജോറിറ്റി പാർട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് PGBPയിലെ ബേസിക് ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ്. PGBPയെ കുറിച്ച് പഠിക്കാത്ത ഒരു സ്റ്റുഡൻറ്റിന് പല ചാപ്റ്ററുകളും നല്ലപോലെ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കില്ല. ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് ഈ ഹെഡിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഓക്കെ, നോക്കൂ. P stands for profits, G stands for gains. ആ പ്രോഫിറ്റ്സ് മാത്രമല്ല, ഗെയിൻ എന്നാൽ മലയാളത്തിൽ നമ്മൾ നേട്ടം എന്നൊക്കെ പറയാം. പ്രോഫിറ്റ്സും ഗെയിൻസും, ഈ ഗെയിൻ നമ്മൾ 4ാമത്തെ ഹെഡിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഗെയിൻ, ആ ഗെയിനും ഈ ഗെയിനും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ബിസിനസ്സോ പ്രൊഫഷനോ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ഗെയിനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഗെയിന് 2 ടൈപ്പ് ഉണ്ടാവും അല്ലേ? പ്രോഫിറ്റ്സ് ഗെയിൻസ് 2 ടൈപ്പ് ഉണ്ടാവും. ഒന്ന് ബിസിനസ് രംഗത്തുള്ളത്, അഥവാ റവന്യൂ നേച്ചർ ആയിരിക്കും. രണ്ടാമത്തത് ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഇത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന 4ാമത്തെ ഹെഡിലാണ് പോവുക. എന്നാൽ റവന്യൂ നേച്ചർ ആയിരിക്കുന്ന ഇത്, ഈ പ്രോഫിറ്റ്സും ഗെയിൻസും ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ രംഗത്തേക്കാണ് പോകുന്നത്. ഓക്കെ, പിന്നെന്താണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ്. ബിസിനസ് എന്നുള്ള ടേമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. വളരെ വൈഡ് ടേമാണ്. ഇൻകം ടാക്സിന്റെ വ്യൂ പോയിന്റിൽ വെരി വൈഡാണ്. നമ്മൾ സാധാരണ ബിസിനസ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കല്, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരു ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവച്ച് അത് വിൽക്കുന്നതിനെയാണ്. അതിനെ നമ്മൾ സാധാരണ കച്ചവടം, ട്രേഡ് എന്നാണ് പറയേണ്ടത്. അത് മാത്രമാണോ ബിസിനസ്? അത് ബിസിനസ്സാണ്. ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത് ബിസിനസ് അല്ലേ? അതെ, അത് ബിസിനസ്സാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം, നമ്മൾ ബിസിനസ് സ്റ്റഡീസിലൊക്കെ പഠിച്ചതായിരിക്കുന്ന ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓക്സിലറീസ് ഓഫ് ട്രേഡ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിങ്, ഇൻഷുറൻസ്, അഡ്വർടൈസ്മെന്റ്, അതൊക്കെ ബിസിനസ് അല്ലേ? അതൊക്കെ ബിസിനസ്സാണ്. ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടതായിരിക്കുന്ന ഒരു വലിയ ടേമാണ് ബിസിനസ് എന്നത്. അത് ഷോപ്പ് ഉണ്ടാവട്ടെ, ഷോപ്പ് ഇല്ലാതാവട്ടെ,
ഒരു വർഷം മുഴുവനും നടത്തട്ടെ, ഒരു വർഷത്തിൽ ഏതാനും ദിവസങ്ങൾ നടത്തട്ടെ. അത് പെർട്ടിക്കുലർ ഗുഡ്സ് ആവട്ടെ, അതല്ലെങ്കിൽ സർവീസ് ആവട്ടെ, ഏത് മേഖലയാണെങ്കിലും ശരി, പ്രോഫിറ്റ് കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി, പ്രോഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ശരി, നടത്തുന്നതൊക്കെ ബിസിനസ്സാണ്. ആ ബിസിനസ്സിനെ, അതിലെ ഇൻകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഹെഡിൽ പഠിക്കുന്നത് എന്ന ഓർമ്മ വേണം. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ബിസിനസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ബിസിനസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എനി ട്രേഡ്. എന്താ ട്രേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കച്ചവടം, അതല്ലെങ്കിൽ കോമേഴ്സ്. നമ്മളെന്താ വ്യാപാരം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതുമല്ലെങ്കിൽ മാനുഫാക്ചർ, അല്ലെങ്കിൽ എല്ലാം കൂടെ എനി ട്രേഡ്, കോമേഴ്സ്, മാനുഫാക്ചർ, അതാണ് ബിസിനസ്. തീർന്നില്ല. അഡ്വഞ്ചർ, സർക്കസ് ഒക്കെ പോലെ അഡ്വഞ്ചർ. ഓർ കൺസേൺ, ഗാനമേളകൾ, TV ഗെയിമുകൾ, ഷോകൾ, കൺസേൺ. പക്ഷെ അഡ്വഞ്ചറും കൺസേണും ഒക്കെ ബിസിനസ് ആവണമെങ്കിൽ അത് ഇൻ ദി നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ ആയിരിക്കണം. ഇൻ ദി നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ്, പിന്നെയോ മാനുഫാക്ചർ. കേവലം ഒരു ഹോബി ആയിട്ട് അഡ്വഞ്ചറോ കൺസേണോ നടത്തി കഴിഞ്ഞാൽ അത് ബിസിനസ് ആയിട്ട് കൂട്ടില്ല. ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു കല്യാണം നടക്കുന്ന സമയത്ത് അവിടെ പോയി ഗാനമേള സംഘടിപ്പിക്കുകയാണ്, പാട്ട് പാടുകയാണ്. അത് ബിസിനസ്സാണോ? അല്ല. എന്താ കാരണം? നോട്ട് ഇൻ ദി നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ. അതേപോലെ വെറുതെ ഒരാൾ കുറച്ച് അഭ്യാസങ്ങളിൽ സർക്കസ് കാണിക്കുകയാണ്, അത് ബിസിനസ്സാണോ? അല്ല. പക്ഷെ അതേ കാര്യങ്ങളൊക്കെ ടിക്കറ്റ് വെച്ച് ഒരു ഹാളിലോ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലോ ഒക്കെ വെച്ച് സംഘടിപ്പിക്കുകയാണ് ക്യാഷിന് വേണ്ടി, അതെന്തായി മാറും? ബിസിനസ്സായിട്ട് മാറും. അപ്പോൾ ബിസിനസിന്റെ ഡെഫിനിഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 13 എനി ട്രേഡ്, കോമേഴ്സ് ഓർ മാനുഫാക്ചർ, adventure or concern in the nature of trade, commerce, manufacture. ഈ ബിസിനസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷോപ്പ് ഉണ്ടാവട്ടെ, ഷോപ്പ് ഇല്ലാതിരിക്കട്ടെ, ബിസിനസ്സിനെ നമുക്ക് പല രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. ബിസിനസ്സിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്പെക്കുലേഷൻ ബിസിനസ്. രണ്ടാമത്തത് സ്പെസിഫൈഡ് ബിസിനസ്. മൂന്നാമത്തതിനെ ബാക്കിയെല്ലാത്തിനെ നമുക്ക് ഓർഡിനറി ബിസിനസ് എന്ന് വിളിക്കാം. സ്പെക്കുലേഷൻ ബിസിനസ് എന്നാൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ് വിച്ച് ഈസ് അൾട്ടിമേറ്റ്ലി സെറ്റിൽഡ് വിത്തൗട്ട് ഡെലിവറി ഓഫ് ഗുഡ്സ്. ഡെലിവറി ഓഫ് ഗുഡ്സ് ഇല്ലാതെ അൾട്ടിമേറ്റ് ആയിട്ട് ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെയാണ് സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് സ്പെക്കുലേഷൻ ബിസിനസ്സിലെ പ്രോഫിറ്റും ലോസും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് മറ്റ് ബിസിനസ്സിലേക്ക് ക്ലബ് ചെയ്യുവാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ലോസ് ഉണ്ടായാൽ അത് മറ്റ് ബിസിനസ്സിലെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. സെറ്റ് ഓഫ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്താ സെറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റിംഗ് എ ലോസ് എഗൻസ്റ്റ് എൻ ഇൻകം ആണ്. എത്ര ടൈപ്പ് സെറ്റ് ഓഫ് ഉണ്ട്? 2 ടൈപ്സ്. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും ഇന്റർ ഹെഡ് സെറ്റ് ഓഫും. അപ്പോൾ സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് ഉണ്ട് എങ്കിൽ അതിനെ മറ്റ് ബിസിനസ് പ്രോഫിറ്റുമായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പാടില്ല. അത് സ്പെക്കുലേഷൻ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ സെറ്റപ്പ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ സ്പെക്കുലേഷൻ ബിസിനസ് പ്രോഫിറ്റ് ഇല്ലാന്ന് വെച്ചോ, എന്നാൽ എന്താ ചെയ്യേണ്ടത്? സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് ഷുഡ് ബി ക്യാരിഡ് ഫോർവേഡ് ഫോർ 4 years.
വരാനിരിക്കുന്ന 4 വർഷം വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്യുക. പക്ഷേ ആ വർഷങ്ങളിൽ സ്പെക്കുലേഷൻ ബിസിനസ് ഇൻകം ഉണ്ട് എങ്കിൽ, പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് സെറ്റപ്പ് ചെയ്യാം. അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ സെറ്റപ്പ് ചെയ്യാൻ തന്നെ പാടില്ല. രണ്ടാമത്തതാണ് സ്പെസിഫൈഡ് ബിസിനസ്. സെക്ഷൻ 35 AD ആണ് അതിൻ്റെ സെക്ഷൻ 35 AD. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്റ്റാർ ഹോട്ടൽ, 100 ബെഡിലധികമുള്ളതായിരിക്കുന്ന ഹോസ്പിറ്റലുകൾ, ക്രോസ് കൺട്രി പൈപ്പ് ലൈൻ, കോൾഡ് സ്റ്റോറേജ് ബിസിനസ്, ഹണിബി ആൻഡ് വാക്സ്, തേനീച്ച വളർത്തുന്ന തേനുണ്ടാക്കുന്ന ബിസിനസ്, ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ്, വെയർഹൗസിംഗ് ഫോർ ഷുഗർ, ഇവയൊക്കെ സ്പെസിഫൈഡ് ബിസിനസ്സിന് എക്സാമ്പിളാണ്. സ്പെസിഫൈഡ് ബിസിനസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മറ്റെല്ലാ ബിസിനസ്സിലും റവന്യൂ എക്സ്പെൻസുകൾ മാത്രമാണ് നാം ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആയിട്ട് എടുക്കാറ്. അഥവാ P&L അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യുക റവന്യൂ എക്സ്പെൻസുകളും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഡിപ്രീസിയേഷനുമാണ്. ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അതിന്റെ ഡിപ്രീസിയേഷന്, ബാക്കി റവന്യൂ എക്സ്പെൻസുകളുമാണ് ഡെബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അലൗഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എടുക്കുക. എന്നാൽ സ്പെസിഫൈഡ് ബിസിനസിന്റെ പ്രത്യേകത, റവന്യൂ എക്സ്പെൻസുകളൊക്കെ സാധാരണ എടുക്കുന്നത് പോലെ എടുക്കുക, അതിൻ്റെ പുറമെ ലാൻഡിൻ്റേതല്ലാത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫുള്ള് ലെസ് ചെയ്യാം. മെഷീൻ വാങ്ങിയതിൻ്റെ, പ്ലാന്റ് വാങ്ങിയതിൻ്റെ ഒക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സാധാരണ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ എടുക്കാറ്. പക്ഷേ സ്പെസിഫൈഡ് ബിസിനസ് അണ്ടർ സെക്ഷൻ 35 AD ആണെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് തന്നെ എക്സ്പെൻസ് ആയിട്ട് ഇടാം എന്നുള്ളതാണ് സ്പെസിഫൈഡ് ബിസിനസിൻ്റെ പ്രത്യേകത. സ്പെസിഫൈഡ് ബിസിനസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്പെസിഫൈഡ് ബിസിനസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതെന്തിനാന്ന് ചോദിച്ചാൽ, സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസ് മറ്റൊരു ബിസിനസ്സിലെ ബിസിനസ്സിലെ പ്രോഫിറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യൂല, സെറ്റപ്പ് ചെയ്യൂല. സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസ് സ്പെസിഫൈഡ് ബിസിനസ്സിലെ ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റപ്പ് ചെയ്യൂ. അതേ ടൈപ്പ് ആവണമെന്നില്ല, രണ്ടും സ്പെസിഫൈഡ് ആയിട്ട് ആയാൽ മതി. എക്സാമ്പിളായിട്ട് ചെന്നൈയിൽ ഒരാൾക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്, അതേപോലെ കേരളത്തിലെ ഒരാൾക്ക് എന്നിട്ട് ഫെർട്ടിലൈസർ മാനുഫാക്ചറിംഗ് ഉണ്ട്. അതേ വ്യക്തിക്ക് തന്നെ ചെന്നൈയിൽ സ്റ്റാർ ഹോട്ടലുണ്ട്, കേരളത്തിൽ എന്തുണ്ട്, ഒരു ഫെർട്ടിലൈസർ മാനുഫാക്ചറിംഗ് ബിസിനസ് ഉണ്ട്. സ്റ്റാർ ഹോട്ടലിൽ സ്പെസിഫൈഡ് അല്ലേ, അവിടെ പ്രോഫിറ്റ്. ഇവിടെ ഉള്ളതായിരിക്കുന്ന ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ്ങിൽ ലോസ്. അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ കാരണം? രണ്ടും സ്പെസിഫൈഡ് ബിസിനസ്. എന്താണ് സ്പെസിഫൈഡ് ബിസിനസ്? സ്പെസിഫൈഡ് ബിസിനസ്സിൽ ലോസ് മാത്രമേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാൻ സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണം ഫോർ അൺലിമിറ്റഡ് പീരീഡ്. ഓക്കെ, അതുകൊണ്ട് സ്പെസിഫൈഡ് ബിസിനസ്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ബാക്കിയുള്ള നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ബിസിനസ്സുകളൊക്കെ നമുക്ക് എന്ത് ബിസിനസ് എന്ന് പഠിക്കാൻ വേണ്ടി നമുക്ക് അതിനെ ഓർഡിനറി ബിസിനസ് എന്ന് വിളിക്കാം. ഈ ഓർഡിനറി ബിസിനസ്സിനെ നമുക്ക് വീണ്ടും 2 കാറ്റഗറി ആയിട്ട് മാറ്റാൻ പഠിക്കാൻ വേണ്ടി. ഒന്ന്, പ്രിസംപ്റ്റീവ് ടാക്സേഷന്റെ കവർ ചെയ്യുന്നത്. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ കവർ ചെയ്യും. രണ്ടാമത്തത് അതർ ബിസിനസ്. എന്താണ് ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്നാൽ? ചെറുകിട റീറ്റെയിൽ ബിസിനസ്സുകാരെ അക്കൗണ്ട്സ് മെയിൻ്റനൻസ്, ഓഡിറ്റിംഗ് തുടങ്ങിയതായിരിക്കുന്ന ചില വർക്കുകളിൽ നിന്ന് അവർക്ക് റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കുന്ന ഒരു ഭാഗമാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷന്റെ സെക്ഷനുകൾ ഓപ്റ്റ് ചെയ്താൽ ഓപ്ഷണലാണ്, യാതൊരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ ഒരു ആൾക്കത് സ്വീകരിക്കാം, അതല്ലെങ്കിലോ നോർമൽ പ്രൊവിഷൻസ് തന്നെ സ്വീകരിക്കാം. ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ എന്ന് നോക്കാം. ഒന്ന്, 44 AD അനുസരിച്ച് റീറ്റെയിലേഴ്സിനാണ്. റീറ്റെയിൽ ബിസിനസ് നടത്തുന്ന ഒരു ബിസിനസ്സുകാരന്റെ ആനുവൽ ടേൺ ഓവർ 2 crore കുറവാണെങ്കിൽ
അദ്ദേഹത്തിന് 44 AD ഒപ്റ്റ് ചെയ്യാം. 44 AD ഒപ്റ്റ് ചെയ്താൽ എന്തൊക്കെ ഗുണം? അദ്ദേഹത്തിന് 44AA പറഞ്ഞതായിരിക്കുന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽ ആയിരിക്കുന്ന അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അതിൽ വലിയൊരു ഗുണമാണ്. 44AA പറഞ്ഞതായിരിക്കുന്ന ഡീറ്റെയിൽസ് റെക്കോർഡ്സ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വേണം, അത്യാവശ്യം വേണ്ടതൊക്കെ വേണം. ബിസിനസ്സായ റെക്കോർഡ്സ് ഇല്ലാതെ പറ്റില്ല. പക്ഷെ ഡീറ്റെയിൽഡ് ആയിരിക്കുന്ന റെക്കോർഡ്സിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ 44AD അനുസരിച്ച് അത് CA-കാരനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കേണ്ട ആവശ്യവും ഇല്ല. ഇത് ഒപ്റ്റ് ചെയ്താൽ ഓക്കെ. പിന്നെ ഒപ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഒപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ടേൺ ഓവർ, അദ്ദേഹത്തിന്റെ വിറ്റുവരവ് എത്രയാണ് എന്ന് നോക്കൂ. ടേൺ ഓവർ എത്രയാണെന്ന്, ആ ടേൺ ഓവർ ബാങ്ക് മുഖേന വന്നതാണോ എന്ന് നോക്കൂ. ബാങ്ക് മുഖേനയും പിന്നെന്തായിരിക്കും നോൺ ബാങ്ക് അല്ലാത്ത രീതിയിലും, രണ്ട് രീതിയിലായിരിക്കും വരിക. ബാങ്ക് മുഖേന വന്നതായിരിക്കുന്ന ടേൺ ഓവറിന്റെ 6% ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. 6% ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ബാങ്ക് മുഖേന അല്ലാതെ വന്നതാണ് എങ്കിൽ അതിന്റെ 8% എന്ത് ചെയ്യും? ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് ഒരാളുടെ ടേൺ ഓവർ 60 lakh ആണെന്ന് വിചാരിക്കും. ടോട്ടൽ ഒരു വർഷത്തെ ടേൺ ഓവർ എത്രയാണ്? 60 lakh. അപ്പൊ അയാൾക്ക് ഇത് ഒപ്റ്റ് ചെയ്യാൻ പറ്റുമോ? 44AD ഒപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം 2 കോടിയിൽ കുറവാണ്. ഈ 60 lakhന്റെ 20 lakh ബാങ്ക് മുഖേന വന്നതും 40 lakh നോൺ ബാങ്ക് മുഖേന വന്നതും ആണെന്ന് സങ്കല്പിക്കും. എന്നാൽ 20 lakhന്റെ എത്ര പെർസെന്റേജ് എടുക്കണം? 60% എടുക്കണം. 40 lakhന്റെ എത്ര പെർസെന്റേജ് എടുക്കണം? 8% എടുക്കണം. അതായിരിക്കും അദ്ദേഹത്തിന്റെ ബിസിനസ് ഇൻകം. മറ്റ് യാതൊരു എക്സ്പെൻസും അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുവാൻ അനുവദിക്കുന്നതല്ല. ഡിപ്രീസിയേഷൻ ഓൾറെഡി ഡിഡക്ട് ചെയ്തതായിട്ട് പരിഗണിക്കും. ഓക്കെ. അപ്പൊ 20 lakhന്റെ 6% എത്രയായിരിക്കും ഉണ്ടാവുക? 12,000 ആണ്. എത്ര നോക്ക്? 20 lakh into 6%. 1,20,000. 1,20,000. അതേപോലെ 40 lakhന്റെ 8%, അത് രണ്ടും കൂടെ കൂട്ടിയാൽ അദ്ദേഹത്തിന്റെ എന്തായി? ബിസിനസ് ഇൻകം ആയി. ഇതാണ് 44AD. എന്നാൽ അവർക്ക് മാത്രമാണോ ഉള്ളത്? അല്ല. 44ADA എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അത് പ്രൊഫഷണൽസിനുള്ളതാണ്. 44ADA 44ADA ഡോക്ടേഴ്സിന്, അഡ്വക്കേറ്റ്സിന്, CA-കാർക്ക് ഒപ്റ്റ് ചെയ്യാം. അത് ഒപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഗ്രോസ് റെസീറ്റ്, ആനുവൽ ഗ്രോസ് റെസീറ്റ് 50 lakh കൂടാൻ പാടില്ല. 50 lakh കൂടാൻ പാടില്ല. 50 lakh കുറഞ്ഞാൽ, 50 lakh ആയാൽ അവർക്ക് ഒപ്റ്റ് ചെയ്യാം. അങ്ങനെ ഒപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 44A അനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കേണ്ട ആവശ്യമില്ല. 44ABയിൽ അത് CA-കാരനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കേണ്ട ആവശ്യവും ഇല്ല. അവരുടെ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അവരുടെ ഗ്രോസ് റെസീറ്റ് എത്രയാണ് അതിന്റെ 50% എടുക്കാൻ. ഒരു ഡോക്ടറുടെ ഗ്രോസ് റെസീറ്റ് 32 lakh ആണ്. അദ്ദേഹത്തിന് ഒപ്റ്റ് ചെയ്യാൻ പറ്റുമോ? 44AD ചെയ്യാൻ പറ്റും. എന്നാൽ അദ്ദേഹത്തിന്റെ ഇൻകം എത്രയായിട്ട് കൂട്ടും? 16 lakh ആയിട്ട് കൂട്ടും. ഇതാണ് 44AD. അതേപോലെ ഓണേഴ്സ് ഓഫ് ഗുഡ്സ് ഗാരേജ് വെഹിക്കിൾ, അവർക്കുള്ള സെക്ഷനാണ് 44A. ആർക്ക്? ഡ്രൈവർമാർക്കല്ല. ഓണേഴ്സ് ഓഫ് ഗുഡ്സ് ഗാരേജ് വെഹിക്കിൾ, ലോറിയൊക്കെ ഉണ്ടാവില്ലോ. 44A ഓണേഴ്സ് ആണ്. പക്ഷെ ആ ഓണേഴ്സിന് ഒരു ദിവസം പോലും, ഒരു സമയത്ത് പോലും 10 വാഹനത്തിൽ കൂടാൻ പാടില്ല. 10 ഗുഡ്സ് ഗാരേജ് വെഹിക്കിളിനേക്കാളും കൂടിയാൽ ഈ സെക്ഷൻ ഒപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അങ്ങനെ കൂടിയിട്ടില്ല എങ്കിൽ അവർക്ക് ഇത് ഒപ്റ്റ് ചെയ്യാം. ഒപ്റ്റ് ചെയ്താൽ നേരത്തെ പോലെ തന്നെ 44A അനുസരിച്ച് ഡീറ്റെയിൽ ആയിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കുകയോ
44AB അനുസരിച്ച് അത് CA ക്കാരെ ഓഡിറ്റ് ചെയ്യിക്കുകയോ വേണ്ട. പിന്നെ അവരുടെ ബിസിനസ് ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾ ആണ് എങ്കിൽ ഒരു വാഹനത്തിന്, ഒരു വെഹിക്കിളിന് ഒരു മാസം 7,500 ഇൻകം ഉണ്ടാകുമെന്ന് കൂട്ടും. അതിന് പിന്നെ പെട്രോളിന്റെ ക്യാഷോ മറ്റേ എക്സ്പെൻസോ ഒന്നും ലെസ് ചെയ്യും. ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ആണ് എങ്കിൽ അതിന്റെ ടണ്ണിനനുസരിച്ചാണ്. ഒരു ടണ്ണിന് ഒരു മാസം 1,000 രൂപീസ് വരുമാനം ഉണ്ടാകുമെന്ന് കൂട്ടും. ഒരു വാഹനത്തിന് ഒരു ടൺ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാകും. ഓക്കെ, ഒരാൾക്ക് 3 ലൈറ്റ് ഡ്യൂട്ടി വാഹനങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ലൈറ്റ് ഡ്യൂട്ടി വാഹനങ്ങളാണ്. അതേപോലെ തന്നെ 5 ഹെവി ഡ്യൂട്ടി വാഹനങ്ങളുണ്ട് എന്ന് വിചാരിക്കും. ഹെവി ഡ്യൂട്ടി വാഹനത്തിന് ഒന്നിന്റെ ടൺ കപ്പാസിറ്റി 20 ടണ്ണാണെന്നും സങ്കല്പിക്കും. 20 ടണ്ണാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വർഷം മുഴുവൻ ഈ വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ 3 × 7,500 × 12 ഒരു വർഷത്തിലെ മാസം. ഇനി ഒരു വർഷത്തിന് ഫുള്ളില്ല എങ്കിൽ എത്ര മാസമാണുള്ളത് അതിനനുസരിച്ച് എടുക്കാം. ഇനി ഹെവി വാഹനമാണെങ്കിൽ 5 × 20 ടണ്ണ × 1,000 × 12 12 മാസം എല്ലാ വാഹനവും ഉണ്ടെങ്കിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എല്ലാ വാഹനവും ഉണ്ടാച്ചാൽ മതി. അത് ഗാരേജിലാണെങ്കിലും ശരി, വർക്ക്ഷോപ്പിലാണെങ്കിലും ഒക്കെ അതിന് വരുമാനമുള്ളതായിട്ട് കൊടുക്കും. ഓടണമെന്നോ അല്ലെങ്കിൽ ലോഡ് കയറ്റണമെന്നോ ഒന്നും നിർബന്ധമല്ല. ഓണറായി കഴിഞ്ഞാൽ ഗാരേജിൽ 2 മാസം നിർത്തിയിട്ടതാ സാർ, അന്നത്തേക്ക് വരുമാനം കൂട്ടണമെന്ന് ചോദിച്ചാൽ അന്നത്തെ ഇൻകം കൂട്ടണം. ഓക്കെ, ഈ കൂട്ടിയ ഇൻകത്തിൽ നിന്ന് പിന്നെ മറ്റൊരു എക്സ്പെൻസും ഡിഡക്റ്റ് ചെയ്യാൻ സമ്മതിക്കുകയും ഇല്ല. അപ്പോൾ ഇതാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് നാം ഇൻകം ടാക്സിൽ പറയുന്നത്. 44AD, 44ADA, 44A. ഇതല്ലാത്ത എല്ലാ ബിസിനസ്സും എന്താണ്? അതർ ഓർഡിനറി ബിസിനസ്സായിട്ട് പരിഗണിക്കും. അവർക്ക് ഈ സെക്ഷനുകൾ ആപ്ലിക്കബിൾ അല്ല. അവർ 44A അനുസരിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കുകയും 44AB അനുസരിച്ച് അത് ഓഡിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കേൾക്കാം.